ഓർഡർ ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ കുട്ടികളുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫ്രിഡ്ജ് അങ്ങനെ തുറക്കണം. സംഭവം വേറെ ഒന്നല്ല, ഫ്രിഡ്ജിൽ ന്യൂട്ടലുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ സ്പൂണും വീതം അകത്താക്കി പോവാണ്. അപ്പോൾ പിന്നെ തോന്നി എന്നാൽ പിന്നെ ന്യൂട്ടൽ വെച്ചിട്ട് ഒരു കേക്ക് അങ്ങോട്ട് ചെയ്താലോ എന്ന്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ചില ഡിസൈൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും ചില ഡിസൈൻസ്. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പം കുട്ടികളതോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ ഒക്കെ ബർത്ത്ഡേ ഉള്ള സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനും കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇത് അതേപോലെ ആഗ്രഹിച്ച് ചെയ്ത ഡിസൈൻ ഒന്നുമില്ല കേട്ടോ, നമ്മൾ തട്ടിക്കൂട്ടി ചെയ്യാമെന്നൊക്കെ പറയില്ല, അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് സ്പഞ്ചാണ് ബേസായിട്ട് കൊടുത്തത്. ഫില്ലിങ്സിൽ 2 ലെയറിലായിട്ട് ഞാൻ ന്യൂട്ടൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തത്. അപ്പോൾ ബാക്കി വന്ന കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കേക്കിൻ്റെ മേലെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ ന്യൂട്ടൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കേക്കിൻ്റെ മേലെ മൊത്തം ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം കുറച്ച് ഗോൾഡൻ ബോൾസും കൂടി ഇട്ടെടുത്തിട്ട് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.